അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖബറിനു മുകളിൽ പച്ച ചെടികൾ നടുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ഖബറുകളുടെ അരികിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഈ രണ്ട് ഖബറിലുള്ളവരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവർ ശിക്ഷിക്കപ്പെടുന്നത് ഗുരുതരമായ ഒരു തെറ്റിന്റെ പേരിലൊന്നുമല്ല. ഒന്നാമത്തെയാൾ ചെയ്ത തെറ്റ് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ മൂത്രശുദ്ധീകരണത്തിൽ സൂക്ഷ്മത പാലിക്കാത്തവനും രണ്ടാമത്തെയാൾ ഏഷണി പറഞ്ഞ് നടക്കുന്നവനുമായിരുന്നു. ഈ രണ്ട് തെറ്റുകളുടെ കാരണത്താലാണ് അവർ ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പച്ച ഈത്തപ്പന മട്ടൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അത് രണ്ടായി പിളർത്തി ഓരോ ഖബറിന്മേൽ വെക്കുകയും ചെയ്തു. അപ്പോൾ കണ്ടുനിന്ന സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ രണ്ട് ഈത്തപ്പന മട്ടലുകളും ഉണങ്ങാതിരിക്കുന്ന കാലത്തോളം അവർക്ക് രണ്ടുപേർക്കും ശിക്ഷ ലഘൂകരിക്കപ്പെട്ടേക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പച്ച ഈത്തപ്പന മട്ടലിന്റെ തസ്ബീഹ് കാരണം ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ശിക്ഷയെ അല്ലാഹു തആല ലഘൂകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു പച്ച ഈത്തപ്പന മട്ടലിന്റെ തസ്ബീഹ് കാരണം ഖബറിലുള്ള ആൾക്ക് ശിക്ഷ ലഘൂകരിക്കുമെങ്കിൽ തീർച്ചയായും മനുഷ്യരായ നാം മരണപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും അവരുടെ പേരിൽ നാം ഓതി തീർക്കുന്ന ഖത്മുകളും പരിശുദ്ധ ഖുർആൻ പാരായണങ്ങളും ഒക്കെ മറ്റു സൽക്കർമ്മങ്ങളും ഒക്കെ തീർച്ചയായും ആ ഖബറിലുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയും. അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. അത് കാരണമായി അവരുടെ ഖബറിലുള്ള ശിക്ഷയെ ഇല്ലാതാക്കുകയും അവരുടെ ഖബർ ജീവിതത്തിന് നല്ല ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഫിത്നവാദികളായ പലരും വാദിക്കുന്നത് മരിക്കലോടുകൂടെയെല്ലാം അവസാനിച്ചു, മരണപ്പെടലോടുകൂടെയെല്ലാം അവസാനിച്ചു, ഇനി ആ മയ്യത്തിന് വേണ്ടി എന്ത് കർമ്മങ്ങൾ ചെയ്താലും അതൊന്നും അവർക്ക് ലഭിക്കുകയില്ല, അതിന്റെ ഒരു ഗുണങ്ങളും അവർക്ക് ലഭിക്കുകയില്ല എന്ന് വാദിക്കുന്നവർ തീർച്ചയായും ഈ ഹദീസിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹത്തുക്കളായ ആളുകൾ പറഞ്ഞതായി കാണാം, ഖബറിന്റെ അടുക്കൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യലും ആ ഖബറാളിക്ക് വേണ്ടി ദിക്റുകൾ അതുപോലെ മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യൽ സുന്നത്താണ് എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഈ ഖബറിനു മുകളിൽ പച്ച ചെടി നടുന്നത് തീർച്ചയായും സഹീഹായ ഹദീസുകളുടെ പിൻബലത്തോടു കൂടെയാണ് എന്ന് നാം മനസ്സിലാക്കുക.